Hello friends, welcome to Andhra Defense Academy. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPCയുടെ പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ വന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഗ്രാജുവേറ്റ് ലെവൽ അല്ലാത്ത +2 യോഗ്യത ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് ഇപ്പോൾ RRB NTPC പുതിയൊരു നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കടക്കാം. RRB NTPCയുടെ വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നോട്ടിഫിക്കേഷൻ വന്ന വിവരം അറിയാനായിട്ട് സാധിക്കും. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറയുന്നത്. സോ എംപ്ലോയ്മെൻറ്റിൽ ഈ ന്യൂസ് വന്നത് 4/10/2025 അതുപോലെ തന്നെ എന്താണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് എന്നാണ് 28/10/2025 അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 27/11/2025 വരെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പോസ്റ്റിലേക്കെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 3000-ലധികം വേക്കൻസി ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞത് 29/11/2025 വരെ ഉണ്ട്. അതായത് എന്താണ് ക്ലോസിംഗ് ഡേറ്റിന് 2 ദിവസം കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ ലഭിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്സ് എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നതായിരിക്കും. അത് 30/11/2025 വരെ നിങ്ങൾക്ക് എന്താണ് കറക്ഷൻ വിൻഡോ ഉണ്ട്. അത് എന്താണ് 9/12/2025 വരെ നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ കറക്റ്റായിട്ട് ഓപ്പൺ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ പോസ്റ്റ് ആണ് വന്നിരിക്കുന്നത് എന്നാണ്. ടോട്ടൽ എത്രയാണ്? 3058 വേക്കൻസി ആണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. +2 യോഗ്യത ഉള്ള എല്ലാവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ നമുക്ക് എന്തൊക്കെ പോസ്റ്റ് ആണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിൻ്റെ ടോട്ടൽ വേക്കൻസി വരുന്നത് 2424 ആണ്. അതുപോലെ തന്നെ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. 394 വേക്കൻസി ആണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്. അതിൻ്റെയും ഏജ് ലിമിറ്റ് എന്താണ്? 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. 163 ടോട്ടൽ വേക്കൻസി ആണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഫൈനലി വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ട്രെയിൻസ് ക്ലർക്ക് ആണ്. അതിനും ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. ടോട്ടൽ 77 വേക്കൻസി ആണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. സോ ഇതാണ് നിങ്ങളുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും പോസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. സോ ഇതിലെല്ലാം എന്താണ് ടോട്ടൽ 3058 വേക്കൻസി ആണ് വന്നിരിക്കുന്നത്. 18 വയസ്സ് മുതൽ 30 വയസ്സുള്ള ഏതൊരാൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓരോ ജോബിൻ്റെയും നേച്ചർ, അതുപോലെ തന്നെ നിങ്ങളുടെ വർക്ക് മോഡ് കാര്യങ്ങളൊക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത്. സോ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ജോബ് നേച്ചർ വരുന്നത് കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ ടിക്കറ്റിംഗ് ഒക്കെയാണ്. നിങ്ങൾക്ക് അതിന് ശേഷം ആ ഒരു ഫീൽഡിലേക്ക് കയറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതായിരിക്കും. അതെന്താണ് സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കോ അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുക. ഈ വർക്കിൻ്റെ മോഡ് എന്ന് പറയുന്നത് എന്താണ് ഷിഫ്റ്റ് വൈസ് ആണ്. ഷിഫ്റ്റ് വൈസ് ആണ് നിങ്ങൾക്ക് വർക്ക് മോഡ് വരുന്നത്. നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ജോബ് നേച്ചർ വരുന്നത് ക്ലറിക്കൽ അല്ലെങ്കിൽ അക്കൗണ്ട് ഈ ഒരു ഫീൽഡിലേക്കാണ് വരുന്നത്. ഇതിന് ശേഷം നിങ്ങൾക്ക് പ്രൊമോഷൻ ജൂനിയർ അക്കൗണ്ടൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതായിരിക്കും. റെഗുലർ ആണ് നിങ്ങളുടെ ജോലി. മൺഡേ ടു ഫ്രൈഡേ വരെ നിങ്ങൾക്ക് ജോലി ഉണ്ടായിരിക്കുന്നതാണ്. നെക്സ്റ്റ് പോസ്റ്റ് വരുന്നത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്. നിങ്ങൾക്ക് ക്ലറിക്കലോ അല്ലെങ്കിൽ ഓഫീസ് വർക്കോ ആണ് നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജോബിൻ്റെ പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്താണ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഓഫീസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ജോലിക്ക് കയറാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൻ്റെ എന്താണ് റെഗുലർ ആണ് നിങ്ങളുടെ വർക്ക് മോഡ് വരുന്നത്. മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരും. സോ ഫൈനലി ലാസ്റ്റ് ആയിട്ട് ട്രെയിൻസ് ക്ലർക്ക് ആണ് വരുന്നത്. ഇതിൻ്റെ ജോബ് നേച്ചർ എന്ന് പറയുന്നത് എന്താണ് ട്രെയിൻ ഓപ്പറേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങളുടെ ജോബിൻ്റെ പ്രൊമോഷൻ നിങ്ങൾക്ക് എന്താണ് ഉയർന്ന ഒരു പൊസിഷൻ എന്താണ് സീനിയർ ട്രെയിൻസ് ക്ലർക്ക് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് പ്രൊമോഷനൊക്കെ ലഭിക്കുന്നത്. ഇതിൻ്റെയും എന്താണ് വർക്ക് മോഡ് വരുന്നത് ഷിഫ്റ്റ് വൈസ് ആണ്. സോ ഇത്രയുമാണ് ഇതിൻ്റെ ജോബ് നേച്ചറും അതുപോലെ തന്നെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഷിഫ്റ്റ് വൈസും അതുപോലെ തന്നെ റെഗുലർ വർക്കും എല്ലാം ഈ ഒരു പോസ്റ്റിലെല്ലാം അവൈലബിൾ ആണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീനെ കുറിച്ചാണ്. ആപ്ലിക്കേഷൻ ഫീ PWBD ലെവല് ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാറ്റഗറി അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 250 രൂപയാണ് വരുന്നത്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഓരോ കാറ്റഗറിക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത്. സോ ആപ്ലിക്കേഷൻ ഫീ കറക്റ്റായിട്ട് അടയ്ക്കുക. ക്ലോസിംഗ് ഡേറ്റിന് 2 ദിവസം നിങ്ങൾക്ക് എക്സ്ട്രാ ലഭിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള കാറ്റഗറി ഒക്കെ വരുന്നത് 500 രൂപയാണ്. സോ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഏജ് ലിമിറ്റിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്.
നിങ്ങളുടെ കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ SC/ST അല്ലെങ്കിൽ OBC ഒക്കെ ആണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ എലിജിബിലിറ്റി ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ് +2 യോഗ്യത ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. +2 പാസ്സായ ഏതൊരാൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ നിങ്ങൾ +2 പാസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെയിൽവേയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്താണ് ഈ ഒരു പോസ്റ്റിലേക്കെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന സെലക്ഷൻ പ്രോസസ്സ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് സ്റ്റേജ് 1 വരുന്നത്. അതുപോലെ തന്നെ സ്റ്റേജ് 2 എന്ന് പറയുന്നത് എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 ആണ് വരുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ഫസ്റ്റ് സിലബസ്, അതായത് എന്താണ് നിങ്ങളുടെ എക്സാം പാറ്റേൺ കാര്യങ്ങൾ സിലബസ് ആണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് എക്സാം ഡ്യൂറേഷൻ വരുന്നത് എന്താണ് 19 മിനിറ്റ്സ് ആണ്. 90 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ എന്താണ് ഈ ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ജനറൽ അവയർനെസ്സിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 40 ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ആണെങ്കിൽ 30 ക്വസ്റ്റ്യൻ, ജനറൽ ഇൻ്റലിജൻസ് ആണെങ്കിൽ എന്താണ് 30 ക്വസ്റ്റ്യൻ, അങ്ങനെയാണ് വരുന്നത്. നിങ്ങളുടെ ടോട്ടൽ ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ് 100 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. സോ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് 90 മാർക്ക് തന്നെയാണ് അതിലും വരുന്നത്. ജനറൽ അവയർനെസ്സിൽ നിന്ന് 50 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഫസ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് 40 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുന്നത്. സെക്കൻഡ് ഫേസിൽ നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നതാണ്. മാത്തമാറ്റിക്സിലാണെങ്കിൽ 35 ക്വസ്റ്റ്യനും ജനറൽ ഇൻ്റലിജൻസിലാണെങ്കിൽ 35 ക്വസ്റ്റ്യനും. ഫസ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് 100 മാർക്കാണ് ടോട്ടൽ ലഭിക്കുന്നത്. ഇപ്പോൾ ഇവിടെയാണ് എന്താണ് 120 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതിലുണ്ടായിരിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സ്കിൽ ടെസ്റ്റിനെ കുറിച്ചിട്ടാണ്. സ്കിൽ ടെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 പോസ്റ്റിലേക്ക് മാത്രമാണ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അത് പോസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അതുപോലെ തന്നെ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. ഈ 2 പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്താണ് ടൈപ്പിങ്ങിൻ്റെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇത്രയാണ് ഇതിൽ വരുന്നത് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സെലക്ഷൻ പ്രോസസ്സ്. ഫസ്റ്റ് സെക്കൻഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് ശേഷം നിങ്ങൾക്ക് എന്താണ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സോ ഫിസിക്കൽ എല്ലാം നിങ്ങൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓരോ സോൺ ബേസിലും, അതായത് റെയിൽവേ 21 സോണാണ് നമുക്കുള്ളത്. ആ ഓരോ സോൺ ബേസിലും എത്ര വേക്കൻസി വന്നിട്ടുണ്ട് അതാണ്. നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന തിരുവനന്തപുരത്ത് ടോട്ടൽ 86 വേക്കൻസി ആണ് വന്നിരിക്കുന്നത്. ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് ചെക്ക് ചെയ്യുക. ടോട്ടൽ 86 വേക്കൻസി ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബാംഗ്ലൂരിൽ വന്ന വേക്കൻസീസ് ആണ്. ബാംഗ്ലൂരിൽ ടോട്ടൽ എന്താണ് 3 വേക്കൻസി ആണ് വന്നിരിക്കുന്നത്. അതായത് 3 പോസ്റ്റിലേക്കുള്ള ടോട്ടൽ 54 വേക്കൻസി ആണ് അവിടെ വന്നിരിക്കുന്നത്. സോ ഇതാണ് ബാംഗ്ലൂരിൽ വന്ന വേക്കൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം പോകുന്നത് ചെന്നൈയിൽ വന്ന വേക്കൻസി എത്രയാണെന്നാണ്. ചെന്നൈയിൽ ടോട്ടൽ 80 വേക്കൻസി ആണ് വന്നിരിക്കുന്നത്. സോ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. സോ നിങ്ങൾ റെയിൽവേയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ +2 യോഗ്യത ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ നന്നായിട്ട് ചെക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ്റെ PDF എന്താണ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും, അതായത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഗ്രാജുവേറ്റ് ലെവലിൻ്റെയും അൺഗ്രാജുവേറ്റ് ലെവലിൻ്റെയും നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ റെയിൽവേ ജോലി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ബെനിഫിറ്റ് ആവുന്നതാണ്. നിങ്ങൾക്കായിട്ട് നമ്മുടെ ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയിൽ 2 പ്ലാറ്റ്ഫോംസ് റൺ ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മുടെ ടെലഗ്രാം ചാനലാണ് ആൻഡ്രൺ ആർമി നേവി SSC RRB അക്കാഡമി എന്നാണ് ടെലഗ്രാം ചാനലിൻ്റെ പേര്. ഈ ചാനൽ ഇപ്പോഴും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ PDF നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈവിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മളുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ് ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ്. ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിന്ന് നിങ്ങൾ ചാനൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒഫീഷ്യൽ PDF നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ഈ ഒരു വീഡിയോ കുറിച്ചോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ ഓഫീസ് നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഈ 2 നമ്പർ നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ആവുന്നതാണ്. സോ നിങ്ങൾ ഈ 2 നമ്പർ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സേവ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.